ഇത്തവണ SSLC റിസൾട്ട് കാത്തു നിൽക്കുന്ന എൻ്റെ കുട്ടികളോടാണ്. മെയ് 15-ാം തീയതി റിസൾട്ട് വരും എന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ആ റിസൾട്ടിൻ്റെ ഡേറ്റ് തീരുമാനിച്ചപ്പോൾ പല വീഡിയോസും റീലുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. റിസൾട്ട് വരുന്നതിന് മുമ്പ് ബാഗും തൂക്കി നാട് വിട്ടു പോവാണ്, ബോംബെയിൽ ഡോൺ ആവാൻ പോവാണ് എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിനുള്ള പരിഹാരം നാട് വിടുക എന്നുള്ളതാണോ? ഈ SSLC എക്സാം നമ്മൾ 2026 മാർച്ച് 30-ന് എഴുതി കഴിഞ്ഞതാണ്. അന്നേ അതിൻ്റെ റിസൾട്ടൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ ഇതിനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് വരാൻ പോകുന്ന റിസൾട്ടിനെ വളരെ പോസിറ്റീവായിട്ട് കാണുക എന്നതും ദെൻ അതിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പോലെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ +1-ൽ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ നിങ്ങൾ എന്ത് ഓപ്ഷൻ, നിങ്ങൾ ഏത് സ്ട്രീം തിരഞ്ഞെടുക്കും എന്നതിലേക്കാണ് നിങ്ങളുടെ ഫോക്കസ് പോകേണ്ടത്. ഉറപ്പായിട്ടും ഞാൻ ഈ സുവിശേഷ പ്രസംഗം ഒക്കെ നടത്തുമ്പോഴും നിങ്ങളുടെ ടെൻഷൻ ആ ദിവസത്തെക്കുറിച്ച് മാത്രമാണ്. മെയ് 15-ന് റിസൾട്ട് വരുമ്പോൾ എൻ്റെ റിസൾട്ട് എന്താവും, എനിക്ക് എത്ര A+ കിട്ടും, എനിക്ക് ഏതൊക്കെ സബ്ജക്റ്റിൽ മാർക്ക് കുറയും കൂടും എന്നൊക്കെയുള്ള കാൽക്കുലേഷൻസിലാണ് നിങ്ങളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് അത് സ്വാഭാവികമായിട്ടൊരു കാര്യം കൂടെയാണ്. എന്നാൽ ആ റിസൾട്ട് വന്ന ഒരു 4-5 ദിവസത്തിന് ശേഷം നമ്മൾ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. ആ റിസൾട്ടുമായിട്ട് നമുക്ക് മുന്നോട്ട് പോയേ മതിയാവുള്ളൂ. ഇനി അടുത്ത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം വളരെ പ്രധാനപ്പെട്ട, വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു ചോദ്യമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1-ൽ ഞാൻ ഏത് സ്ട്രീമാണ് ഓപ്റ്റ് ചെയ്യുന്നത്? അതൊരു കാലത്തും നിങ്ങളുടെ മാർക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസിഷൻ ആവരുത്. നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ അഭിരുചി, നിങ്ങൾ ഭാവിയിൽ ആരാവാൻ ആഗ്രഹിക്കുന്നു എന്നതൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവായിരിക്കണം അത്. ആ തീരുമാനം നിങ്ങൾ എടുത്തോ എന്നുള്ളത് ചോദ്യമാണ്. ആൻഡ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു ഡിസിഷൻ ഓൾറെഡി തീരുമാനമെടുത്ത പല ആളുകളും സയൻസ് സ്ട്രീം ആയിരിക്കാം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഒരുപാട് കരിയർ സാധ്യതകളുള്ള, ഒരുപാട് പഠന സാധ്യതകളുള്ള ഒരു മേഖലയാണ് സയൻസ് സ്ട്രീം. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? 10ാം ക്ലാസ്സിൽ റിസൾട്ട് കാത്തു നിൽക്കുമ്പോൾ നിങ്ങൾക്കുള്ള ടെൻഷൻ ഉണ്ടല്ലോ. കുറച്ചുകൂടെ നന്നായി പെർഫോം ചെയ്യാമായിരുന്നു, കുറച്ചുകൂടെ നന്നായി പഠിക്കാമായിരുന്നു, കുറച്ചുകൂടെ നേരം പുസ്തകത്തിന് മുമ്പിൽ ഇരിക്കാമായിരുന്നോ എന്നുള്ള ആ ഇഫുകളൊക്കെ ഇനി യാതൊരു വിലയുമില്ലാത്ത ഇഫുകളാണ്. പക്ഷേ ഇനി നിങ്ങൾക്ക് മുന്നിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. +1-ൽ +2-ൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയ സയൻസ് പോലൊരു സ്ട്രീമിൽ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളത്. എല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ നിന്നതുപോലെ +1-ലും +2-ലും സൈലവും അതിലെ മുഴുവൻ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സൈലം നിങ്ങളുടെ പഠന കാര്യങ്ങളിൽ എങ്ങനെ കൂടെ നിന്നോ അതുപോലെ +1-ലും ഉണ്ടാവും. +1 സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എക്സ്ക്ലൂസീവ് ബാച്ചാണ് സൈലത്തിൻ്റെ അഗ്നി ബാച്ച്. ഇപ്പോഴേ അതിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതും നേരത്തെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതും അടുത്ത വർഷം ഇതേ സമയത്ത് +1 പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇത്രയൊന്നും ടെൻഷൻ അടിക്കാതെ ഹാപ്പിയായി, കോൺഫിഡൻ്റ് ആയി ആ എക്സാം റിസൾട്ടിനെ കാത്തിരിക്കാൻ നിങ്ങളെ സഹായിക്കും. സോ വെൽക്കം ടു സൈലം അഗ്നി ബാച്ച്. ഹാപ്പി ലേണിംഗ് എവരിവൺ.